Hi everyone, welcome back to DR Vlogging Series. ഒരു ഫോട്ടോ കണ്ട് പല ആൾക്കാരും പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതുപോലെ ഞാനൊരു ഫോട്ടോ കണ്ടിട്ട് ദുബൈയിലെ ഒരു ലൊക്കേഷനിൽ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു ലൊക്കേഷൻ്റെ ഫോട്ടോ ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇപ്പോഴാണ് വരാനൊരു അവസരം ലഭിച്ചത്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുമ്പോൾ തന്നെ പല ആൾക്കാർക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഏത് ലൊക്കേഷനിലാണ് നിൽക്കുന്നതെന്നുള്ളത്. ഒരു ഡെസേർട്ട്, അതിൻ്റെ നടുവിലൂടെ ഒരു റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത്, ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മണ്ണ് മൂടി കിടക്കുന്നതായിട്ട് കാണാം. ദൂരെ ബുർജ് ഖലീഫ, അതുപോലെ ദുബൈയുടെ സ്കൈ ലൈൻ ഒക്കെ കാണാം. ഞാനിപ്പം ദുബൈയിലെ ഹാഫ് ഡെസേർട്ടിലാണ് ഉള്ളത്. ഈ പറയുന്ന പോലെ ബുർജ് ഖലീഫയോ ദുബൈയുടെ സ്കൈ ലൈൻ ഒന്നുമില്ല, അതൊരു ഫോട്ടോഷോപ്പ് മാത്രമാണ്. അതെനിക്ക് നേരത്തെ അറിയാം. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഫോട്ടോഷൂട്ട് ചെയ്യാം, അതുപോലെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ലൊക്കേഷനാണ്. അതുപോലെ ഡ്രോണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു ലൊക്കേഷനാണ്. ഇനി ടിക്ടോക്ക് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റിയ നല്ല കിഡ്ഡിനൊരു ലൊക്കേഷനാണ്. ഈ ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ലീഗലായിട്ട് നമുക്ക് എങ്ങനെ ഡ്രോൺ UAEയിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിലവിൽ ഡ്രോൺ യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഡ്രോൺ വാങ്ങിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. നിലവിൽ ലീഗലായിട്ട് ഉപയോഗിക്കുന്ന ഒരാളോട് തന്നെ നമുക്ക് ഈ ഡ്രോണിൻ്റെ ഉപയോഗത്തെ പറ്റിയുള്ള സജഷൻസ് അതുപോലെ അഡ്വൈസസ് ഒക്കെ ചോദിക്കാം. ഹലോ ബിജോ ചേട്ടാ, വെൽക്കം ടു DR വ്ലോഗിംഗ് സീരീസ്. ഏറെ നാൾക്ക് ശേഷമാണ് DR വ്ലോഗിലോട്ട് ഒരു ഗസ്റ്റ് വരുന്നത്. താങ്ക് യു ഡിറ്റോ. ഒരുപാട് നന്ദി പുതിയ സ്ഥലങ്ങൾ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നതിൽ. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ബിജോ ചേട്ടാ, എനിക്കിപ്പം ഒരു ഡ്രോൺ എടുക്കാൻ ഒരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും നിലവിൽ ഇപ്പം ഡ്രോൺ ലീഗലായിട്ട് അല്ലാതെ യൂസ് ചെയ്യുന്നവരുണ്ട്, ഡ്രോൺ വാങ്ങിക്കാൻ പ്ലാൻ ഉള്ളവരുണ്ട്. അപ്പോൾ അവരെല്ലാം റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ കുറേയധികം ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഏകദേശം ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു ഡ്രോൺ സെലക്ട് ചെയ്യുവാണെങ്കിൽ എല്ലാ ഡ്രോൺസിനും ഈ പറയുന്ന രജിസ്ട്രേഷൻ ബാധകമാണോ, അതോ ചില വെയിറ്റിന് മുകളിലോട്ടുള്ള ഡ്രോണുകൾ മാത്രമാണോ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അതിനെപ്പറ്റി ഒന്ന് പറയാം. UAEയിൽ ഡ്രോൺസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി 2 വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഒന്ന് UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി GCAA, ദുബായ് ഒഴിച്ചുള്ള എമിറേറ്റ്സുകളിൽ ഈ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതിൽ നമുക്ക് ഡ്രോണിൻ്റെ മോഡൽ നമ്പർ, സീരിയൽ നമ്പറും നമ്മുടെ എമിറേറ്റ്സ് ഐഡിയും ഈ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതിയാവും. ദുബായിൽ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, അത് ഹോബിസ്റ്റ് ആണെങ്കിലും കൊമേഴ്സ്യലാണെങ്കിലും ദുബായിൽ പ്രത്യേകമായി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി DCAA ആ വെബ്സൈറ്റിൽ പോയി ഡ്രോൺ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡ്രോണിൻ്റെ മോഡൽ നമ്പർ, സീരിയൽ നമ്പർ, എമിറേറ്റ്സ് ID കൂടാതെ നമ്മുടെ ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള ട്രെയിനിങ് അത് കിട്ടിയാനുള്ള ഡോക്യുമെൻ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ 2 ബോഡിയിലാണ്, 2 ഗവൺമെൻറ് ബോഡിയിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. GCAA ദുബായ് ഒഴിച്ചുള്ള എമിറേറ്റ്സുകളിൽ ഫ്ലൈ ചെയ്യണമെങ്കിൽ, ദുബായിൽ പർട്ടിക്കുലർലി നമുക്ക് അതുവഴി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ദുബായ് എയർപോർട്ട് വഴിയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഡോക്യുമെൻ്റ് എപ്പോഴും കയ്യിൽ വേണ്ടത് ആവശ്യമാണ്. ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ഏത് വെയിറ്റ് തൊട്ടുള്ള കാറ്റഗറിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്? ഇപ്പോൾ ഇത് ലാസ്റ്റ് ഇതിൻ്റെ ഇൻഫർമേഷൻ വന്നിരിക്കുന്നത് 150 gram ആൻഡ് അബോവ് ഉള്ളതിന് വേണമെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് നമുക്ക് അത് ടൈം ടു ടൈം അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ. അപ്പോൾ ബെറ്റർ നമ്മൾ വാങ്ങുന്ന ഡ്രോണിൻ്റെ ഇൻഫർമേഷൻ അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് ഈ 2 സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ക്ലിയർ ഗൈഡൻസ് അല്ലെങ്കിൽ അവരുടെ ടോൾ ഫ്രീ നമ്പർ വിളിച്ചാൽ നമുക്കറിയാം. ഈ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ള റൂൾ ആയിരിക്കില്ല പിന്നീട്. അപ്പോൾ അത് ടൈം ടു ടൈം അത് ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഡ്രോണിനനുസരിച്ച് അത് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രജിസ്റ്റർ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം, ലീഗലി നമ്മളിവിടെ പ്രത്യേകിച്ച് ദുബായിൽ നമ്മുടെ 2 ടൈപ്പിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ എയർപോർട്ടിനടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ള ഹെലിപാഡിനടുത്ത് അല്ലെങ്കിൽ സീ പ്ലെയിൻ്റെ അടുത്ത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഈ സാധനം നമുക്കിത് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. മിക്കവാറും ദുബായിലുള്ള എല്ലാ സ്പോട്ടുകളിലും ഇത് വളരെ അടുത്തടുത്ത ലൊക്കേഷനുകളിലുണ്ട്. അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഹെവി ആയിട്ടുള്ള ഫൈൻ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തോ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തും പറപ്പിക്കാൻ നമുക്ക് ലീഗലി പെർമിഷൻ ഇല്ല. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്കധികം റിസ്ക് ഇല്ലാതെ ഓടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ ഈ സാധനമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ, നമ്മുടെ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ തിരിച്ച് വരുമ്പോൾ എയർപോർട്ടിൽ അവർ ചെക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലൈസൻസോ നമുക്ക് അപ്രൂവലോ ഇല്ലെങ്കിൽ അവിടെ പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് രജിസ്റ്റർ ചെയ്തിട്ട് കൊടുത്തിട്ട് അത് റിലീസ് ചെയ്യുന്നൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ബെറ്റർ അത് രജിസ്റ്റർ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇപ്പോൾ ദുബൈയിലൊക്കെ ഡ്രൈവ് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങിന് പോകണം, എന്നിട്ടൊരു ഫൈനൽ ടെസ്റ്റ് കാണും. അതുപോലെ തന്നെ ഇതിനും എന്തെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് നമ്മൾ പറത്തി കാണിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നമ്മളിപ്പോൾ
UAEയുടെ റൂളിൽ, അതായത് ദുബായ് ഒഴിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പഠിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും ആവശ്യമില്ല. ഡ്രോൺ രജിസ്റ്റർ ചെയ്യണം നമ്മുടെ എമിറേറ്റ്സ് ID വെച്ചിട്ട്. പക്ഷേ ദുബായിൽ വേണമെങ്കിൽ നമുക്കൊരു ബേസിക് ട്രെയിനിങ് കോഴ്സ് നമ്മൾ പഠിക്കണം. അപ്പോൾ ദുബായിൽ 2 ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. ഒന്ന് സനത്, അല്ലെങ്കിൽ അടുത്ത് എക്സ്പോണൻ്റ്. ഈ 2 സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ഉണ്ട്. അതിനകത്ത് അവരൊരു 3 മണിക്കൂർ കോഴ്സുണ്ട്. ആ കോഴ്സിനകത്ത് പോയിട്ട് നമുക്ക് അവരെ നമുക്ക് അവരെ ഓടിച്ച് കാണിക്കണം. ഒരു നെറ്റിനുള്ളിൽ അവർ തരുന്ന ഡ്രോൺ ഒരു ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 3 മണിക്കൂർ കൊണ്ട് ഇനിയും പഠിക്കേണ്ട, ബേസിക് കോഴ്സ് ഒന്നും അറിയണ്ട, ഫ്ലൈറ്റിനെ കുറിച്ച് ഗ്രൗണ്ട് ഇൻഫർമേഷൻ അറിയേണ്ട ഒന്നും വേണ്ടെങ്കിൽ അതിന് ഫീസ് കുറവാണ്. അപ്പോൾ നമുക്ക് നമ്മളവിടെ പോയി പറപ്പിച്ച് കാണിക്കണം. അവിടെ നമ്മൾ ഫ്ലൈ ചെയ്ത് കാണിക്കണമെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഡ്രോൺ തരും. വളരെ ഒരു നെറ്റുള്ള ഒരു ഏരിയയിൽ നമുക്ക് ജസ്റ്റ് അവിടെ ഓടിച്ച് കാണിക്കുക. അവരപ്പോൾ തന്നെ നമുക്കൊരു സർട്ടിഫിക്കേഷൻ തരും. അപ്പോൾ ഈ ദുബായിൽ അത് വേണമെങ്കിൽ ഈ സർട്ടിഫിക്കേഷൻ മസ്റ്റാണ്. ഈ സർട്ടിഫിക്കേഷനും കൂടെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ DCAA, അതായത് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അവിടെ നിന്നുള്ള ഇത് നമുക്ക് അപ്രൂവൽ കിട്ടുള്ളൂ. ഇതിന് എത്രയാണ് ഫീസ്? എങ്ങനെയാണ് നോർമലി വരുന്നത്? ഫീസ് ലൈസൻസിന് വേണ്ടി നമുക്ക് അവിടെ 120 ദിർഹംസേ ഉള്ളൂ. അത് ദുബായ് സിവിൽ ഏവിയേഷൻ്റെ ചാർജ്. അത് 1 ഇയറേ ഉള്ളൂ. എവറി ഇയർ അത് റിന്യൂ ചെയ്യണം. അപ്പോൾ ആ കിട്ടുന്ന ലൈസൻസിനകത്ത് നമ്മുടെ ഡ്രോണിൻ്റെ സീരിയൽ നമ്പർ, മോഡൽ നമ്പർ, നമ്മുടെ എമിറേറ്റ്സ് ID, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ കാണും. പിന്നെ മറ്റുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്കൊരു വിത്തിൻ 3 to 4 വർക്കിംഗ് ഡേയിൽ ഓൺലൈനിൽ തന്നെ നമുക്കിത് എല്ലാം ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ദുബായ് സിവിൽ ഏവിയേഷൻ്റെ ഓഫീസുണ്ട് എയർപോർട്ട് ടെർമിനൽ 1. അവിടെ ചെന്നിട്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഈ ട്രെയിനിങ്ങിന് എത്ര രൂപയാവും? ഈ 3 മണിക്കൂർ കോഴ്സ്? 3 മണിക്കൂർ കോഴ്സിന് നമുക്ക് 550 ദിർഹംസ് ആവും. ഓക്കെ. 3 മണിക്കൂർ കോഴ്സും അതിൻ്റെ കൂടെ സർട്ടിഫിക്കേഷനും കൂടെ കൂടി എല്ലാം കൂടി ഇൻക്ലൂഡഡ്. ലൈസൻസ് മാത്രമാണ് 150 ദിർഹംസ്. ലൈസൻസ് മാത്രമെന്ന് വെച്ചാൽ ലൈസൻസ് എടുക്കണമെങ്കിൽ അപ്പോൾ 550 + 120 വരും. 120 ഗവൺമെന്റിന്റെ ഫീസാണ്. ഈ 550 എന്നുള്ളത് നമ്മുടെ ട്രെയിനിങ് കോഴ്സ് ഇൻക്ലൂഡിംഗ് സർട്ടിഫിക്കേഷൻ. ഓക്കെ. അത് ട്രെയിനിങ് ഇല്ലാതെ വേണമെങ്കിൽ ഡയറക്റ്റ് പറപ്പിച്ചിട്ട് കാണിച്ചാണ് ലൈസൻസ് എടുക്കാം. 380 ദിർഹം വരും. ഒരു ഏകദേശം ഒരു 150-200 ദിർഹംസിന്റെ ലെസ് വരും. ഒരു 3 മണിക്കൂറിന്റെ കോഴ്സ് അവരില്ലാതെ പറഞ്ഞു. ലൈസൻസിന് മാത്രമായിട്ട് 380 വരും. 380 + 120. ഇത് എല്ലാ വർഷവും ഉള്ള 120 മാത്രം നമ്മൾ എല്ലാ വർഷവും നമ്മൾ മുടക്കേണ്ടി വരും. മറ്റേ ഈ 380 എന്നുള്ള 1 ടൈം ഫീസാണ്. ഞാനിങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഇവിടുന്ന് വാങ്ങിക്കുന്ന ഡ്രോൺ ഇന്ത്യയിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അല്ലെ ഇന്ത്യ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം പെർമിഷൻ എടുക്കണം, അല്ലെ ടാക്സ് ഒക്കെ വരും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ഇന്ത്യയിലെ ഡ്രോൺസ് 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് മൈക്രോ ഡ്രോൺസ്, മിനി ഡ്രോൺസ്, പിന്നെ ഹെവി കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള. അതിനകത്ത് മൈക്രോ മിനി, അതായത് 2.5 കിലോയ്ക്ക് താഴെയുള്ള ഡ്രോൺസിന് പ്രത്യേകിച്ച് നമ്മൾ ഡ്യൂട്ടി ഒന്നും പ്രശ്നം ഇതുവരെ ഇല്ല. ഞാൻ നാട്ടിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരുന്നു. 2 എയർപോർട്ടിൽ അവർ ഫുൾ ചെക്ക് ചെയ്തു, അതിന് പ്രശ്നങ്ങളില്ല. പിന്നെ നമ്മളൊരു ഫുൾ പാക്കല്ലല്ലോ, നമ്മളിപ്പോൾ ഒരു ഫുൾ പാക്കായി ഒരു സെയിലിയൻ ഒരു സീനാണെങ്കിൽ ചിലപ്പോൾ കസ്റ്റംസ് അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ല നമ്മുടെ യൂസിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഒരു അൺപാക്ക് ചെയ്തുകൊണ്ടാണ്. അതായത് ബാറ്ററി വെച്ച് കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? അതായത് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഇത് ബാറ്ററി ഊരിയിട്ട് കൊണ്ടുപോകണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല, ബാറ്ററി നമ്മൾ ഒരിക്കലും ഡ്രോണിനകത്ത് വെക്കാൻ പാടില്ല. ബാറ്ററി ഡ്രെയിൻ ആവും. അപ്പോൾ നമ്മൾ ആ ബാഗിനകത്ത് സെപ്പറേറ്റ് അതിൻ്റെ പൗച്ചിൽ വേണം ബാറ്ററി വെക്കാൻ. ബാറ്ററി ലിഥിയം അയൺ ബാറ്ററിയാണ്. അത് നമുക്ക് എപ്പോഴും ഒരിക്കലും നമ്മുടെ ലഗേജിനകത്ത് ഇടാൻ പാടില്ല. നമ്മുടെ ഹാൻഡ് ക്യാരിയിൽ എപ്പോഴും ഈ സാധനം കരുതുക. ഞാൻ ഈ DJയെ പറ്റി കുറച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അവരുടേതായിട്ടുള്ളൊരു ആപ്പുണ്ട്. ആ ആപ്പിൽ തന്നെ നമുക്ക് ഫ്ലൈയിങ് സോൺ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് റെഡ് സോണ്, യെല്ലോ സോണ്, ഗ്രീൻ സോണായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതേ സെയിം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് UAEയിലുള്ള ഫ്ലൈയിങ് സോണും അറിയാൻ പറ്റുമോ, അതോ വേറെ ഏതെങ്കിലും ആപ്പ് ഉപയോഗിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഈ ഡ്രോണിനുള്ളിൽ തന്നെ പീരിയോഡിക്കലി അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഫ്ലൈയിങ് സോണും നോ ഫ്ലൈയിങ് സോണും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും ഡ്രോണിനുള്ളിൽ തന്നെ. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ബിൽറ്റിൻ GPS അത് സേവ് ആകും. അതുകൂടാതെ തന്നെ മൈ ഡ്രോൺ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ UAEയിൽ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ മൊബൈൽ വെച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അത് ഫ്രീ ആണ് ആപ്ലിക്കേഷൻ. അതിനുള്ളിലും ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഫ്ലൈയിങ് സോണും നോ ഫ്ലൈയിങ് സോണും എല്ലാ കാര്യങ്ങളും നല്ലതായി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ലീഗലായിട്ടുള്ള വശങ്ങൾ നമ്മളിപ്പം കവർ ചെയ്തിരിക്കുന്നു, ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇനി നമുക്ക് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഡ്രോണിൽ മെയിനായിട്ട് നമ്മൾ 4 മെയിൻ ഫങ്ഷൻസ് ആണ് നോക്കേണ്ടത്. ഒന്ന് അതിൻ്റെ നമ്മുടെ ഇപ്പോൾ എല്ലാവരും വീഡിയോ പർപ്പസിന് അല്ലെങ്കിൽ ഇമേജ് പർപ്പസിനായിരിക്കും എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ക്വാളിറ്റി 4K, അപ്പോൾ നമ്മൾ കൂടുതൽ സ്ലോ ഇതിലേക്ക് കൂടുതൽ പോകേണ്ടി വരും. അപ്പോൾ അത് ഇമേജ് ക്വാളിറ്റി എന്ന് വെച്ചാൽ മിനിമം ഇപ്പോൾ 4K ആണ് ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നോക്കേണ്ട കാര്യം ഫ്രെയിം പെർ സെക്കൻഡ് കൂടുതലുണ്ടെങ്കിൽ സ്ലോ മോഷൻ സോഫ്റ്റ്വെയർ അല്ലാതെ തന്നെ ഈ നല്ല 3 ആക്സിസ് ഗിംബാലുള്ള നല്ല ഡ്രോൺസ് ഒക്കെ ഉണ്ട്. അപ്പം മെയിനായിട്ട് ഗിംബാൽ നോക്കുക. അപ്പോൾ വളരെ സ്മൂത്തായിട്ടുള്ള വീഡിയോ ഫുട്ടേജ് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ 4K ആണെങ്കിൽ അതിൻ്റെ എത്ര ഫ്രെയിം പെർ സെക്കൻഡ് മാക്സിമം എടുക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ നോക്കേണ്ടത് അതിൻ്റെ വെയിറ്റ്
കൂടുന്ന അനുസരിച്ച് നമ്മുടെ വിൻഡിനെ അല്ലെങ്കിൽ കാറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്പീഡ് അതിൻ്റെ നല്ല സ്പീഡും സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നുള്ള നോക്കുക വെയിറ്റ് വെച്ചിട്ട്. പിന്നെ ഉള്ളത് ഫ്ലൈറ്റ് ടൈം, ബാറ്ററി എത്ര സമയം നമുക്ക് ഫ്ലൈ ചെയ്യിക്കാം. അപ്പോൾ സാധാരണ ബൈ ഡിഫോൾട്ട് വരുന്നത് ഒരു 22 to 30 മിനിറ്റ്സ് ആണ് മാക്സിമം, അധികം വിൻഡൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ. അപ്പോൾ മോസ്റ്റ്ലി ഒരു കോംബോ പാക്കിലൊക്കെ 3 ബാറ്ററി അഡീഷണൽ വരും. സിംഗിൾ ഡ്രോൺ മാത്രമാണ് ഒരു ബാറ്ററി വരുള്ളൂ. അപ്പോൾ ബാറ്ററി നോക്കുക, ബാക്കപ്പ് ടൈം, പിന്നെ ഫ്ലൈയിങ് റേഞ്ച് എത്ര ദൂരം നമുക്ക് പോകണം. റെക്കമെൻഡഡ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിൽ തന്നെ ഓടിക്കുന്നതായിരിക്കും. DJI ടെല്ലോ എന്ന് പറഞ്ഞൊരു ടോയ് മോഡൽ ഇറങ്ങിയിട്ടുണ്ട്, അതെങ്ങനെയുണ്ട്? അതെടുത്തിട്ട് ഗുണമുണ്ടോ അതോ DJI ടോയ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ അത് വളരെ വളരെ ബേസിക് ആണ്. ഒന്നാമത് അതിൻ്റെ വൈഫൈ സിഗ്നൽ അല്ലെങ്കിൽ അതിൻ്റെ കണക്ടിവിറ്റി എന്ന് വെച്ചാൽ വളരെ വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. പിന്നെ അതിൻ്റെ റെസൊല്യൂഷൻ തന്നെ 720p അതാണ് മാക്സിമം. പിന്നെ അങ്ങനെ 3 ആക്സിസ് ആണോ അതോ? അല്ല, അതിൻ്റെ ക്യാമറ എന്ന് വെച്ചാൽ ഫിക്സഡ് ക്യാമറയാണ്. അത് നമുക്ക് ക്യാമറ മൂവ് ചെയ്യാൻ പറ്റില്ല. അത് വളരെ ടോയ് ബേസ് ആണ്. അപ്പോൾ ഇനീഷ്യലി മേടിച്ച് പഠിക്കേണ്ടവർക്ക് പഠിക്കാം. പിന്നെ അതിൻ്റെ ഫ്ലൈയിങ് ഡിസ്റ്റൻസും വളരെ വീക്കാണ്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വൈഫൈ റേഞ്ചിലാണ് ഇത് കണക്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഒരു ഏത് ക്യാമറ ആയിരിക്കും ഒരു ബിഗിനർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഏത് DJI മോഡലായിരിക്കും ഏറ്റവും നല്ലത്? ഇപ്പോൾ നമ്മുടെ കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ സംസാരിക്കുന്ന ജൂലൈ 2020 ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന DJI മിനി എന്ന് പറഞ്ഞ മോഡലുണ്ട്. മാവിക് മിനി DJI മാവിക് മിനി അല്ലെങ്കിൽ മാവിക് എയർ 2 കുറച്ചും കൂടെ റെക്കമെൻഡഡ് ആണ്. കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷേ മാവിക് മിനി വളരെ ബേസിക് ആണ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒബ്സ്റ്റക്കിൾ സെൻസേഴ്സ് ഒക്കെ വളരെ ഉപയോഗിക്കും. അല്ലെങ്കിൽ ഓപ്പൺ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മളെപ്പോഴും ഈ സെൻസർ ഉള്ളതാണ്. ഇതിന് ലാൻഡിങ് സെൻസർ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ മിനി ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അത് കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. ഇപ്പോൾ ഏറ്റവും നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ബെസ്റ്റ് എന്ന് വെച്ചാൽ മാവിക് എയർ 2. ഇതാണ് ഡ്രോൺ ലൈസൻസ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ ഏതാണെന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാവിക് എയർ ആണ് ഇപ്പം നിലവിൽ ബിജോ ചേട്ടൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു സീരിയൽ നമ്പർ ഉണ്ട്, ഒരു QR കോഡ് പോലെ ഉണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുമെന്ന് അറിയത്തില്ല. അത് വെച്ചിട്ടാണ് ഈ ഡ്രോൺ രജിസ്റ്റർ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇത് പറത്താം. Mistakes real fast, then you learn how to beat them. If you take off the cast, you can see all the healing. If the pain's in the past, move on from the grave and put your foot on the gas. No, never stop competing, yeah. ഫോർ വീൽ ഡ്രൈവ് ഉള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സാധാരണ സെഡാൻ കാറാണെങ്കിൽ നിങ്ങൾക്ക് അധികം പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു സെഡാൻ കാറാണെങ്കിൽ ഇതിന് ഈ റോഡ് കയറി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കണ്ടോ, റോഡിൽ ഇങ്ങനെ മണ്ണ് കയറി കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഫോട്ടോഷൂട്ട് ചെയ്യാൻ, ഡ്രോൺ ഷോട്ടൊക്കെ ചെയ്യാൻ അടിപൊളി ഒരു ലൊക്കേഷനാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഡ്രോൺ ലൈസൻസിങ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല നല്ല കാഴ്ചകളും വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.